പത്തനംതിട്ടയിൽ 14കാരനെ കാണാനില്ലെന്ന് പരാതി. മല്ലപ്പള്ളി സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്യനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ട്യൂഷന് പോകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാവിലെ 6:30 ആയപ്പോൾ. പിന്നെ ട്യൂഷൻ 9:30 ആയിട്ടും വരാഞ്ഞപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ വന്നിട്ടില്ല. പിന്നെ അന്നേരത്തേന് പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം മല്ലപ്പള്ളിയെല്ലാം അന്വേഷിച്ചു. ഇവിടെ ഒത്തിരി ഇടത്ത് അന്വേഷിച്ചു. അവരുടെ വീടുകളിലെല്ലാം വിളിച്ച് ചോദിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വീടുകളിലും എല്ലാം അവിടെ വീടുകളിലും എല്ലാം വിളിച്ച് ചോദിച്ചിട്ടും കണ്ടില്ല. അവിടെ ഒന്നും ചെന്നിട്ടില്ല. അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ പിന്നെ കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ പോലീസുകാരെയും കൂട്ടി ഞങ്ങൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം അന്വേഷിച്ചു. കോട്ടയത്തെ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലും എല്ലാം അന്വേഷിച്ചു. എങ്ങും കാണാൻ പറ്റിയില്ല. വീട്ടിലൊരു കത്ത് എഴുതി വെച്ചാൽ പോയി. അവന് സിനിമയ്ക്ക് അഭിനയിക്കണം, സിനിമയ്ക്കകത്ത് അഭിനയിക്കണം, പിന്നെ അവന് കഥ എഴുതണമെന്നൊക്കെ പറഞ്ഞ് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും, ആരും വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതി വെച്ചാൽ പോയി. എവിടേക്ക് പോകാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കൂട്ടുകാരോട് ആരോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഒരു ചെന്നൈക്ക് എങ്ങാണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞെന്ന് പറയാം. അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു വിവരവും ഇല്ല. എങ്ങനെ പോയി ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ച് നോക്കി, ഒന്നും കണ്ടെത്തില്ല. എല്ലാ പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും അറിയാവുന്നവർ വിളിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വളരെ ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഇത് സ്വാഭാവികമായൊരു ഒരു മിസ്സിംഗ് കേസാണല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ ചിത്രം നമുക്ക് കാണിക്കാം. മാത്രമല്ല, ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, 5 വർഷം കഴിഞ്ഞ് കാണാം, കഥ എഴുതണം എന്നൊക്കെയാണ് ആഗ്രഹം, ചെന്നൈയിലേക്ക് പോകുന്നെന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ കുട്ടിയെ വേഗം കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് തോന്നുന്നു. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇന്നലെ രാവിലെയാണ് ട്യൂഷന് പോവുകയെന്ന് പറഞ്ഞ് ഈ കുട്ടി ആദിത്യൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം ഇവർ ആ പ്രദേശത്ത് ആകുന്നതിനൊരു തിരച്ചിലൊക്കെ നടത്തി. ഏതാണ്ട് വൈകിട്ടോടുകൂടി ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ, കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ തന്നെ പോലീസ് ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. ആ പോലീസ് സ്റ്റേഷനിലും ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ തൊട്ടടുത്ത തിരുവല്ല പോലീസ് സ്റ്റേഷനിലും ഒക്കെ തന്നെ അങ്ങനെ പരിശോധിക്കുന്ന ഒരു നടപടി ഉണ്ടായി. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു CCTV ദൃശ്യങ്ങളിലും ഈ കുട്ടി പതിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളിൽ പോലും, റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ പോലും പതിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്ഥിതി കുറച്ച് ആശങ്ക ഉളവാക്കും തന്നെയാണ്. കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ പോലും എവിടേക്കാണ് ഈ ആദിത്യൻ പോയത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ വിവരമില്ല. പക്ഷേ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് 5 വർഷം കഴിഞ്ഞ് നമുക്ക് TV-യിൽ കാണാം, തനിക്ക് കഥ എഴുതണം, 1 ലക്ഷം രൂപ കഥ എഴുതിയാൽ കിട്ടും, 5 വർഷം കഴിഞ്ഞ് അഭിനയിച്ച് താൻ TV-യിൽ ഉണ്ടാകും, അപ്പോൾ നമുക്ക് കാണാം എന്നാണ് അച്ഛനും അമ്മയോടും പറഞ്ഞിരിക്കുന്നത്. 5 വർഷം തനിക്ക് തനിച്ച് ജീവിക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, ഞാൻ ജീവിച്ചു കാണിച്ചു തരാം എന്നും ഈ TV-യിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ അച്ഛൻ്റെ വാക്കുകൾ, അഭിലാഷ് എന്നാണ് അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഈ കുട്ടി കൃത്യമായി തന്നെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലേക്ക് പോകണം, അവിടെയാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഓഫർ ഉള്ളത് എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്തുകൂടെ നടക്കുന്നുണ്ട്. ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ സമാന്തരമായ രീതിയിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചോ എന്ന കാര്യമൊക്കെയാണ് ആളുകളുടെ ഇടയിൽ ആശങ്കയായിട്ടുള്ളത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മളെ കാണുന്ന ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതുപോലെ ഒരു 14 വയസ്സുകാരനാണ്, ആദിത്യൻ എന്നാണ് പേര്. ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടെത്തുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ ഈ നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.